നമസ്കാരം, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രമേഹവും നൂതന ചികിത്സയും എന്ന വിഷയമാണ് മൈ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും ഒപ്പം പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനുമായി മൈ ഡോക്ടറിൽ ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് കൊച്ചി സൺറൈസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡയബറ്റോളജിസ്റ്റായ ഡോക്ടർ പ്രവീൺ കുമാറാണ്. ഡോക്ടർ, സ്വാഗതം പ്രോഗ്രാമിലേക്ക്. പലതരത്തിലുള്ള ചികിത്സയും പ്രമേഹത്തിന് ലഭ്യമാണ്. മിക്കവരും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇൻസുലിൻ ട്രീറ്റ്മെന്റ് ആണ്. ഏറ്റവും നിലവിൽ ലഭ്യമായ ഏറ്റവും നൂതന ചികിത്സ എന്താണ്? പ്രമേഹത്തിൻ്റെ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം നമ്മൾ പ്രമേഹം ആദ്യം തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതശൈലി അതാണ് മെയിനായിട്ടുള്ള ചികിത്സ. ഇവിടെ എന്ത് ചികിത്സാ രീതി എടുത്താലും ജീവിതശൈലി, അതായത് ആഹാരത്തിൻ്റെ ശൈലി, കൃത്യമായ വ്യായാമം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രമേഹത്തിൽ. പിന്നെ പ്രമേഹത്തിന് പലതരം ചികിത്സകൾ. ഈ വ്യായാമം, ആഹാര രീതി കൊണ്ട് കുറയാത്ത പ്രമേഹം, അതായത് കുറേ കൊല്ലങ്ങളായി 2-3 കൊല്ലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് തന്നെയായാലും മരുന്നിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ നേരത്തെയുള്ള മെറ്റ്ഫോമിൻ, സൾഫണിലൂറിയ ഗുളികളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിപ്പോഴും ഉണ്ട്. മെറ്റ്ഫോമിൻ തന്നെയാണ് ഇപ്പോഴും ഒന്നാമത്തെ പ്രഥമമായിട്ടുള്ള ചികിത്സ ടൈപ്പ് 2 ഡയബറ്റീസിൽ. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ ഇല്ലാത്ത ഡയബറ്റീസിൽ ചികിത്സ ഇൻസുലിൻ മാത്രമാണ്. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ കാര്യത്തിൽ ഈ വ്യായാമം, ഭക്ഷണ രീതിയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളത് മരുന്നുകളാണ്. അതിൽ മെറ്റ്ഫോമിൻ എന്ന മരുന്നുകൾ തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത്. വളരെ പഴയ ഗുളികയാണ്, എങ്കിൽ തന്നെയും അതിന് വളരെയധികം ഗുണങ്ങളുണ്ട്. ഇത് കൂടാതെ പുതിയ തരത്തിലുള്ള കുറേ ഗുളികകൾ, അതായത് ഇപ്പോൾ സൾഫണിലൂറിയ ഗുളികകളിൽ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗുളികൾ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയുന്നത് നമുക്കറിയില്ല. ഇപ്പം ഡയബറ്റീസ് ഉള്ളവർക്കേ അറിയാൻ പറ്റുള്ളൂ ഈ ഹൈപ്പോഗ്ലൈസിമിയ എത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത്. ഈ കുറഞ്ഞു പോവുക, ചിലപ്പോൾ അബോധാവസ്ഥയിൽ തന്നെ വരാം, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അപ്പോൾ ഈ ഹൈപ്പോഗ്ലൈസീമിയ വരാതെ ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഡയബറ്റീസിൽ. അപ്പോൾ എന്തുണ്ടാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയബറ്റീസ് പുതിയ തരത്തിലുള്ള കുറേ ഗുളികൾ നമുക്ക് ഇൻക്രെറ്റിൻ ബേസ്ഡ് തെറാപ്പി എന്ന് പറയും. ആ ഇൻക്രെറ്റിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിലും ചെറുകുടലിലും ഉണ്ടാകുന്ന ഒരു ഹോർമോൺ. ഈ ഹോർമോണിന് കുറേയധികം നല്ല ഇഫക്റ്റ് ഉണ്ട്. അതായത് ഇത് നമ്മുടെ ഇൻസുലിൻ സെക്രീഷൻ കൂട്ടും, പിന്നെ ഗ്ലൂക്കോഗൺ സെക്രീഷൻ കുറയ്ക്കും. പിന്നെ അത് കൂടാതെ ഈ നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ആർത്തി അത് കുറയ്ക്കും. അതായത് സെറ്റൈറ്റി ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ആഹാരത്തിൻ്റെ ഇൻറ്റെസ്റ്റൈനിൽ തങ്ങി നിൽക്കുന്ന സമയം അത് കൂട്ടും. അപ്പോൾ നമുക്കധികം വിശക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഈ ഇൻക്രെറ്റിൻ ബേസ്ഡ് തെറാപ്പി 2 തരത്തിലുണ്ടത്. ഒന്ന് ഇൻജെക്റ്റബിൾ ഇൻക്രെറ്റിൻ ഉണ്ട്, പിന്നെ ഇൻക്രെറ്റിനെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കുന്ന ഗുളികകൾ, അതായത് ഗ്ലിപ്റ്റിൻസ് എന്ന് പറഞ്ഞ ഗുളികളാണ് ഇപ്പോൾ വളരെ വ്യാപകമായിട്ടുള്ളത്. ഓക്കെ ഡോക്ടർ, നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോകാം. ഹലോ, ചോദിച്ചോളൂ ഡോക്ടർ. പറയൂ. ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ, കേൾക്കാം. ഞാൻ അശോകനാണ്. പറഞ്ഞോളൂ അശോകൻ. എന്റെ പിന്നെ വലത്തെ കൈ ഇങ്ങനെ ഉയർത്തുമ്പോ പിന്നെ വേദന. അത് പ്രമേഹം കുറേ നാളായിട്ടുണ്ടോ അശോകന്? ഇപ്പം ചെറുങ്ങനെയാണ്, ഞാൻ മരുന്ന് കുടിക്കുന്നില്ല. ഒരു എല്ലിന്റെ ഡോക്ടറെ കാണിച്ചിട്ട് പറഞ്ഞ് പിന്നെ ഇതായിരിക്കും അസുഖം. അല്ല, ഡയബറ്റീസ് ഉണ്ടോ നിങ്ങൾക്ക്? ചെറുങ്ങനുണ്ടായിരുന്നു, ഞാൻ പിന്നെ ടെസ്റ്റും ചെയ്തിട്ടില്ല. അത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഡയബറ്റീസ് കൺട്രോൾ ഇല്ലെങ്കിൽ ഈ പ്രമേഹം കൂടുതലായി കഴിഞ്ഞാൽ എല്ലാ ജോയിൻസിലും നമുക്ക് സ്റ്റിഫ്നെസ് വരും. പിന്നീട് കുറേ കഴിയുമ്പോൾ ജോയിൻ്റൊക്കെ കുറച്ച് ടഫായിട്ടിരിക്കും. നമുക്ക് ഉയർത്തുമ്പോഴൊക്കെ പെയിൻ വരും. പ്രത്യേകിച്ച് ഷോൾഡർ പെയിനൊക്കെ പ്രത്യേകിച്ചുള്ള കാരണം അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആണ്. കാരണം ഈ ഗ്ലൂക്കോസ് ലെവൽ നമ്മുടെ ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ അത് പല സ്ഥലത്തും പോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഈ ജോയിൻറ്റുകളിലൊക്കെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. കൈയുടെ ചെറിയ ജോയിൻറ്റുകളൊക്കെ സ്റ്റിഫാവും. അത് കുറേ നാൾ ഡയബറ്റീസ് കൂടി നിന്ന് കഴിഞ്ഞാലാണ് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഡയബറ്റീസ് ശരിക്കും കൺട്രോൾ ചെയ്ത് വെക്കുക. പിന്നെ കറക്റ്റ് വ്യായാമം, ഈ ഷോൾഡർ എഫക്റ്റ് ചെയ്ത ഷോൾഡറിന് വ്യായാമം കൊടുക്കണം ശരിക്കും. ഓക്കെ ഡോക്ടർ നേരത്തെ സൂചിപ്പിക്കേണ്ട ഇൻക്രെറ്റിൻ ബേസ്ഡ് തെറാപ്പി ചികിത്സ അതെന്താണെന്ന് ഒന്നുകൂടി വിശദീകരിക്കാം. ഇൻക്രെറ്റിൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റെസ്റ്റൈനിലും സ്റ്റൊമക്കിലും ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഇൻക്രെറ്റിൻ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികം കാലമായിട്ടില്ല ഇതിനെപ്പറ്റി റിസർച്ചുകളും അതിനെപ്പറ്റി ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും വന്നിട്ട്. ഒരു 10 കൊല്ലം 15 കൊല്ലത്തിന് ഇപ്പുറമാണ് ഇത് ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റും റിസർച്ചും ഒക്കെ വന്നത്. ആക്ച്വലി ഇൻക്രെറ്റിൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗ്ലൂക്കോസ് IV ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലിൻ സെക്രീഷൻ ഉണ്ടാകുന്നതിലും കൂടുതൽ
അതേ ഗ്ലൂക്കോസ് നമ്മൾ ഓറലി കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ഇൻസുലിൻ സെക്രീഷൻ കൂടും. ഓറലി കഴിച്ചു കഴിഞ്ഞാൽ IV കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇൻസുലിൻ സെക്രീഷൻ. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ച് തുടങ്ങിയപ്പോഴാണ് അവർക്ക് സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായത് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒരു ഹോർമോൺ സ്റ്റൊമക്കിൽ ഇൻറ്റസ്റ്റൈനിലും ഉണ്ടാകുന്നു. അതാണ് ഇൻക്രെറ്റിൻ ഹോർമോൺസ്, GLP-1 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഹോർമോൺ കുറയും ടൈപ്പ് 2 ഡയബറ്റിസ്. ഈ ഹോർമോൺ കുറേ നല്ല എഫക്റ്റ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അത് ശരീരത്തിലെ ഇൻസുലിൻ സെക്രീഷൻ കൂട്ടും. പിന്നെ അതുപോലെ പാൻക്രിയാസിൻ്റെ ഈ പ്രവർത്തനം കൂട്ടും. ഗ്ലൂക്കോഗൺ കുറക്കും. ഗ്ലൂക്കോഗൺ ഈ ഷുഗറിൽ ഗ്ലൂക്കോൺ സെക്രീഷൻ കൂടിക്കഴിഞ്ഞാൽ ഷുഗർ ലെവൽ കൂടും. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തെ കുറക്കും. പിന്നെ അതുപോലെ ആഹാരത്തിനോടുള്ള ആർത്തി അത് കുറക്കും. സെറ്റായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം. അപ്പോൾ ഈ ഹോർമോൺ ബേസ് ചെയ്തിട്ട്, അതായത് ഈ ഹോർമോണിനെ നശിപ്പിക്കുന്ന ഒരു എൻസൈമുണ്ട്, DPP-4, ഡൈപെപ്റ്റിഡേസ് 4. ഈ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ഗുളികകൾ ചെയ്യുന്നത്. ഗ്ലിപ്റ്റിൻ എന്ന് പറഞ്ഞ ഗുളികകൾ, സിറ്റാഗ്ലിപ്റ്റിൻ, വിൽഡാഗ്ലിപ്റ്റിൻ, അങ്ങനെയുള്ള ഗുളികകൾ എല്ലാം മാർക്കറ്റിൽ ലഭ്യമാണ്. അതിൻ്റെ ഒരേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വില, കുറച്ച് വില കൂടുതലുണ്ട് ഇതിന്. ഡെയിലി വില കുറച്ചൊരു 40 രൂപയോളം ദിവസ ചികിത്സ. പക്ഷേ വളരെയധികം ഗുണങ്ങളുണ്ട്. കാരണം ഈ ഹൈപ്പോഗ്ലൈസീമിയ, നമ്മൾ സൾഫോണുലിയൂറിയ ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ ഇതിന് വളരെ വളരെ കുറവാണ്. പിന്നെ പുതിയ ചികിത്സ എന്ന് പറഞ്ഞാൽ ഇനിയും നമുക്ക് വീണ്ടും കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം മാഡം. ചോദിച്ചോളൂ. പറഞ്ഞോളൂ. സാർ, ഞാൻ ബ്ലഡ് പ്രഷറിന് ഞാൻ ഗുളിക കഴിക്കുകയാണ്. അതെ. അപ്പോൾ അത് ഞാൻ പ്രാവശ്യം കഴിക്കുമ്പോൾ പ്രമേഹം വരാൻ സാധ്യതയുണ്ടോ? ഇല്ല. യൂഷ്വലി ബ്ലഡ് പ്രഷറിനുള്ള ഗുളികകൾ കഴിക്കുമ്പോൾ അങ്ങനെ പ്രമേഹം വരാൻ സാധ്യതയില്ല. ചില ഗുളികകൾ നമ്മുടെ പ്രമേഹത്തിൻ്റെ ഈ ഷുഗർ കുറഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥയെ മാസ്ക് ചെയ്യുന്ന ചില ഗുളികകളുണ്ട്, ഈ ബീറ്റാ ബ്ലോക്കേഴ്സൊക്കെ. അങ്ങനത്തതൊക്കെ ഈ ശരിക്കും ഡോക്ടറുടെ ഉപദേശം അനുസരിച്ച് അതിൻ്റെ ഡോസ് മോഡിഫൈ ചെയ്യോ മാറ്റുകയോ ചെയ്യണം. അല്ലാണ്ട് പ്രമേഹം വരുത്തുന്ന തരത്തിലുള്ള പ്രഷറിൻ്റെ ഗുളികകളൊന്നും ഇല്ല. ഓക്കെ ഡോക്ടർ, വീണ്ടും കോൾ ഉണ്ട്. ഹലോ, പറഞ്ഞോളൂ. ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ, പറയൂ. പട്ടാമ്പിന്ന് പരമേശ്വരൻ പറയും. പറഞ്ഞു. എനിക്ക് ഷുഗർ ഉണ്ട്. പിന്നെ ഈ മാംസപേശികൾ മുഴുവൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത്? മാംസപേശികളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മസിൽസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേസ്റ്റിംഗ് മസിൽസ് സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നതാണെന്നാ പറയണേ, കട്ടി. ഓക്കെ. അത് ശരിക്കും ഷുഗർ അൺകൺട്രോൾഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ മെലിഞ്ഞു വരും ശരിക്കും. അപ്പോൾ ഷുഗറിനെ നല്ലോണം കൺട്രോൾ ചെയ്ത് വെക്കുക. ഇപ്പം മരുന്നുകൾ കൊണ്ട് പറ്റില്ലെങ്കിൽ ഇൻസുലിൻ തന്നെ വേണം. ഗുളികകൾ കൊണ്ട് പറ്റില്ലെങ്കിൽ ഇൻസുലിൻ വെച്ച് ട്രീറ്റ് ചെയ്താൽ തന്നെയോ നമ്മുടെ ആ ശരീരത്തിൻ്റെ വേസ്റ്റിംഗ്, അതായത് ശരീരം മെലിച്ചിൽ തടയാൻ പറ്റുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാപകമായി പ്രയോജനപ്പെടുത്തുന്നത് ഇൻസുലിൻ ചികിത്സയാണോ? അല്ല, ഇൻസുലിൻ നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസിൽ ഈ ഗുളികകൾ കൊണ്ട് കൺട്രോൾ കിട്ടുന്നില്ലെങ്കിൽ ഇൻസുലിൻ തന്നെ വേണം. ഇൻസുലിൻ ചികിത്സ അത്യാവശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ നമ്മൾ ഗുളിക കൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇൻസുലിനെ വർക്ക് ചെയ്യിപ്പിക്കുക, ഇൻസുലിൻ സെക്രീഷൻ കൂട്ടുക, അതൊക്കെയാണ് ഗുളികകൾ ചെയ്യുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന സെൽസ് അത്യാവശ്യം വേണം. ഇനി അത് മുഴുവൻ നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഇൻസുലിൻ തന്നെയേ പറ്റുള്ളൂ. പുറമേ നിന്ന് ഇൻസുലിൻ തന്നെ നമ്മൾ ഇഞ്ചെക്ട് ചെയ്യാതെ പറ്റില്ല. എത്ര ടൈപ്പ് ഇൻസുലിൻ നിലവിൽ ലഭ്യമാണ്? കുറേ തരത്തിലുള്ള ഇൻസുലിൻ. ഇപ്പം നമ്മൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പുകൾ പെട്ടെന്ന് ആക്ട് ചെയ്യുന്നത്, പിന്നെ മിക്സ് ചെയ്തിട്ടുള്ള ഇൻസുലിൻ, അത് ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് എന്ന് പറയും. ഷോർട്ട് ആക്ടിങ്, വളരെ ചെറിയ സമയത്തിൽ ആക്ട് ചെയ്യുന്ന ഇൻസുലിൻ ഉണ്ട്. പിന്നെ ലോങ് ആക്ടിങ് ആൻഡ് അൾട്രാ ലോങ് ആക്ടിങ്. ഇപ്പോൾ പുതിയ തരത്തിലുള്ള ഇൻസുലിൻ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കൺവെൻഷണൽ ഇൻസുലിൻ നമ്മൾ അരമണിക്കൂർ മുൻപേ വെക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുൻപേ വെച്ചിരിക്കണം. പക്ഷേ പുതിയ തരത്തിലുള്ള ഈ അനലോഗ് ഇൻസുലിൻസ് ഉണ്ട്. ഈ ഇൻസുലിൻ ലിസ്പ്രോ, അസ്പാർട്ട്, ഗ്ലൂലൈസിൻ അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ ഇൻസുലിൻ ഉണ്ടാക്കുന്നത് ഈ അമിനോ ആസിഡ്സിൻ്റെ സീക്വൻസിൽ മാറ്റം വരുത്തിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ട് ചെയ്യും. നമ്മൾ വെച്ചൊരു വിത്തിൻ 10 മിനിറ്റ്സ് കൊണ്ട് അതിൻ്റെ ആക്ഷൻ തുടങ്ങും. ഒരു 30 മിനിറ്റ്സ് കൊണ്ട് പീക്ക് ആക്ഷൻ ഉണ്ടാവും. പിന്നെ ഒരു മണിക്കൂർ, ഒരു 4 മണിക്കൂർ വരെ ആക്ഷൻ നിൽക്കുകയുള്ളൂ. മറ്റേ ഇൻസുലിനാണെങ്കിൽ ഒരു അരമണിക്കൂർ പിടിക്കും അത് ആക്ട് ചെയ്ത് തുടങ്ങാൻ. പിന്നെ ഒരു 2 മണിക്കൂർ കൊണ്ട് പീക്കായിട്ട് ഒരു 6-8 മണിക്കൂർ വരെ അതിൻ്റെ ആക്ഷൻ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ കുറയും, ഷുഗർ2 ആയി പോകാനുള്ള ചാൻസ് കുറയും പുതിയ ഇൻസുലിൻ. പിന്നെ അതുപോലെ ലോങ് ആക്ടിങ് ഇൻസുലിൻ ആണെങ്കിൽ 24 hours പീക്കില്ലാതെ ആക്ട് ചെയ്യും. 2 ലോങ് ആക്ടിങ്, പിന്നെ അൾട്രാ ലോങ് ആക്ടിങ് ആയിട്ടുള്ള പുതിയ തരത്തിലുള്ളൊരു ഇഞ്ചക്ഷൻ ഡെഗ്ലൂഡെക്
പറയുന്ന ഇഞ്ചക്ഷൻ വന്നിട്ടുണ്ട്. ഈ ഇൻസുലിൻ 40 മണിക്കൂർ വരെ വർക്ക് ചെയ്യും. ഓക്കെ. ആക്ച്വലി അവർ പറയണത് ഡെയിലി കൊടുക്കണം. 2 ദിവസത്തിൽ ഒരിക്കൽ കൊടുത്താൽ തന്നെയും അത് ശരിക്കും നല്ല ഗ്ലൂക്കോസ് കൺട്രോൾ കിട്ടും. അതാണ് പുതിയ തരത്തിലുള്ള ഇൻസുലിൻ. ഡോക്ടർ വീണ്ടും കോൾ ഉണ്ട്. ഹലോ പറഞ്ഞോളൂ. ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ പറഞ്ഞോളൂ. ഡോക്ടർ, എൻ്റെ ഹസ്ബൻഡിന് ഷുഗർ തുടങ്ങിയിട്ട് 31 കൊല്ലമായി. ഓ, പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, ആ കോള് ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. ഈ തരം ഇൻസുലിനുകളൊക്കെ തമ്മിൽ വിലയിൽ കാര്യമായ വ്യത്യാസമുണ്ടോ? ഉണ്ട്. അതാണ് ഈ കൺവെൻഷണൽ ഇൻസുലിനേക്കാളും ഒരു ഇരട്ടിയിൽ അധികം വില ഉണ്ടാവും പുതിയ തരത്തിലുള്ള ഈ അനലോഗ് ഇൻസുലിൻസിന്. ഈ അനലോഗ് ഇൻസുലിൻ എങ്ങനെയാണ് ഷുഗർ ലെവൽ പെട്ടെന്ന് താഴ്ന്നത് തടയുന്നത്? അതെന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ വെക്കാം അനലോഗ് ഇൻസുലിൻ. മറ്റേ ഇൻസുലിൻ ആണെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ മുൻപെയാണ് വെക്കുക. പിന്നെ അബ്സോർപ്ഷൻ കുറച്ചുകൂടി ഫാസ്റ്റ് ആവും. പിന്നെ ഇഫക്റ്റ് ഒരു 2-3 മണിക്കൂർ വരെ നിൽക്കുള്ളൂ, 4 മണിക്കൂർ വരെ മാക്സിമം. നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരം കഴിച്ചു പിന്നെ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ ആഹാരം കഴിയുള്ളൂ. ചിലപ്പോൾ ചില എല്ലാവരുടെ അടുത്തും നമ്മൾ പറയും ഈ ഇൻ്റർവെല്ലിൽ കഴിക്കണം, പക്ഷേ മിക്കവാറും പേർക്കും പറ്റില്ല. ഇപ്പോൾ ബിസിനസ്സുകാർക്ക്, പിന്നെ ഒരു ഓഫീസ് ജോലികൾ, ഇൻ ബിറ്റ്വീൻ സമയത്ത് നമുക്ക് അങ്ങനെ ആഹാരം കഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ കൺവെൻഷണൽ ഇൻസുലിൻ ആണെങ്കിൽ അതൊരു 6 മണിക്കൂർ 8 മണിക്കൂർ വരെ അതിൻ്റെ ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചത് ഒരു 4 മണിക്കൂർ കൊണ്ട് തീരും. അത് കഴിഞ്ഞ് 2 മണിക്കൂർ ഫുഡ് കഴിക്കണില്ല, അപ്പോഴേക്കും ഹൈപ്പോഗ്ലൈസിമിയ വരും. മറ്റേ ഇൻസുലിൻ്റെ എഫക്റ്റ് അപ്പോഴേക്കും തീർന്നിരിക്കും. അങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും. വീണ്ടും കോൾ ഉണ്ട്. ഓക്കെ. ഹലോ ഹലോ ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ. ഇത് ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. പറയൂ. എൻ്റെ മകന് 24 വയസ്സായി. ഇപ്പൊ 3 വർഷമായിട്ട് നമ്മൾ ചെറുതായിട്ട് അവനെ ഈ പ്രമേഹം ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇത് അവര് പറയുന്നത് ടൈപ്പ് 1 അല്ല, ടൈപ്പ് 2 അല്ല, ഇൻ ബിറ്റ്വീൻ അതിന്റെ എന്തെങ്കിലും ഉണ്ടോ? ആക്ച്വലി അവന് വെയിറ്റ് ഉള്ള കുട്ടിയാണോ? വെയിറ്റ് ഉള്ള ആളാണോ? വെയിറ്റ് കുറവാണ്. വെയിറ്റ് ഇപ്പൊ 24 വയസ്സുണ്ടെങ്കിലും കൂടി ഒരു 55-56 ആണ്. അത്രേ ഉള്ളൂ അല്ലേ? അവന് വളരെ കൂടുതൽ പ്രമേഹം ഉണ്ടോ? പ്രമേഹം കൺട്രോൾഡ് ആണ്. ചെറിയ ഗുളികയിൽ കൺട്രോൾഡ് ആണോ? ഗ്ലിമിഫിക്സ് എന്ന് പറഞ്ഞൊരു ഗുളിക ഉച്ചയ്ക്ക് കഴിക്കുന്നുണ്ട്. ഓക്കെ. ഏത് ഭക്ഷണത്തിന് ശേഷം? ഗ്ലിമിഫിക്സ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഡയബറ്റീസ് ടൈപ്പ് 1 അല്ല, ടൈപ്പ് 2 അല്ല. അവൻ്റെ ഫാമിലിയിൽ ഡയബറ്റീസ് ഉണ്ടോ ശരിക്കും? ഫാമിലിയിലില്ല, എനിക്കും ഹസ്ബൻഡിനും ഇല്ല, എൻ്റെ അമ്മയ്ക്കുണ്ട്. വേറെ 55 വയസ്സിന് ശേഷം വന്ന ഡയബറ്റീസ്. വേറെ തരത്തിലുള്ള ഡയബറ്റീസ് ഉണ്ട്. ഈ മച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് യങ്, മോഡി ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയബറ്റീസ് ഉണ്ട്. അത് ശരിക്കും കണ്ടു കഴിഞ്ഞ് അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.5 ഡയബറ്റീസ് എന്നും പറയും. ടൈപ്പ് 1.5 ഡയബറ്റീസ് ഉണ്ട്. പിന്നെ ഈ ടൈപ്പ് 1 ഡയബറ്റീസിലേക്ക് പോകുന്ന ഡയബറ്റീസ് ഉണ്ട്. പക്ഷേ ഇത് ഒരുപാട് ഷുഗർ ലെവൽ കൂടുതലില്ലാത്തത് കാരണം ഇത് ടൈപ്പ് 1 അല്ല. എന്ത് തന്നെയായാലും ടൈപ്പ് 1 അല്ല. അപ്പോൾ കണ്ടു കഴിഞ്ഞാലേ നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഏതായാലും ഗ്ലൈമിപ്രൈഡ് കൊണ്ട് വളരെ കൺട്രോൾഡ് ആണെങ്കിൽ ഡോക്ടർ പറയുന്ന പ്രകാരം ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി. നല്ല കൺട്രോൾ ചെയ്ത് പോവുക, ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കിയിരിക്കണം. ഇൻസുലിൻ പമ്പുകൾ എങ്ങനെയാണ് ചികിത്സയിൽ പ്രയോജനപ്പെടുത്തുന്നത്? ഓക്കെ. ഇൻസുലിൻ പമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഡെഫിഷ്യൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ തന്നെ ട്രീറ്റ്മെൻറ്റ് തന്നെ വേണം. അതായത് ടൈപ്പ് 1 ഡയബറ്റീസിന് എന്ത് തന്നെയാലും ഇൻസുലിൻ തന്നെ വേണം. അവർക്ക് ഇൻസുലിൻ ഇല്ല അവരുടെ ശരീരത്തിൽ. അപ്പോൾ ഇൻസുലിൻ പമ്പ് അത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലേക്ക് പമ്പ് ചെറിയൊരു മൊബൈലിൻ്റെ അത്ര വലിപ്പമുള്ള ഒരു ചെറിയൊരു ഗാഡ്ജറ്റാണ്. അതിനകത്തൊരു സിറിഞ്ച് പമ്പുണ്ട്. അതിൽ നിന്നൊരു ട്യൂബിംഗ് വഴി കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് സബ്ക്യൂട്ടിനസ് ഏരിയയിലേക്ക് അത് ഒരു 3 ദിവസത്തോ 4 ദിവസത്തിലോ ഒരിക്കലേ മാറ്റേണ്ടുള്ളൂ. അപ്പോൾ ഈ ദിവസം 3 പ്രാവശ്യം കുത്തുന്നതൊക്കെ ഒഴിവാക്കി 3 ദിവസത്തിലൊരിക്കൽ ഈ ട്യൂബിംഗ് മാറ്റുന്നത് അങ്ങനെ നമുക്ക് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് ഇൻസുലിൻ ഫ്ലോ ചെയ്യും. ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ ചെറിയ ഡോസ് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇത് ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസ് അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇൻസുലിൻ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കുറഞ്ഞു പോവുക, കൂടുക, ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. വീണ്ടും കോൾ ഉണ്ട്. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്.
ഡോക്ടർ, എനിക്കിപ്പോ വയസ്സ് 42 ഒരു 27 വയസ്സിൽ എനിക്ക് ഡയബറ്റിക് കിട്ടിയത്. ഞാൻ വെളിയിൽ ഗൾഫിലാണ് പണിയുന്നത്. അത് ഈ ഞാൻ ഗ്ലൂക്കോഫേജ് എന്ന ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത്. ഗ്ലൂക്കോഫേജ് 500 അത് രാവിലെയും രാത്രിയും കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ രാവിലെ ഫുഡ് കഴിഞ്ഞിട്ട് ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ട് പിന്നെ അറൗണ്ട് ഒരു 9 മണിയാകുമ്പോ ഭയങ്കര വിശപ്പും, ബോഡി തളർന്നു പോകുന്നു. ആ ഒരു ഡയഡോ ഇത് ഷുഗർ ഹൈ ആണോ അതോ ലോ ആണോ അറിയാം. യൂഷ്വലി ഇത്രയധികം വിശപ്പ് വരുന്നത് ഷുഗർ ലോ ആവുന്നു. പക്ഷെ ഗ്ലൂക്കോഫേജ് എന്ന ഗുളിക യൂഷ്വലി കുറക്കില്ല. ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടാക്കുന്ന ഗുളിക അല്ല. അതിൻ്റെ കൂടെ വേറെ വല്ല ഗുളികകളും കഴിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഷുഗർ കൺട്രോൾഡ് ആണോ, നോക്കാറുണ്ടോ? മോർണിംഗ് സംടൈംസ് ചെക്ക് ചെയ്യുമ്പോൾ 109 അത്രേ ഉള്ളൂ. പിന്നെ ആഫ്റ്റർ ഫുഡ് ഒരു ദിവസം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ 140 160 വരുന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഗ്ലൂക്കോഫേജ് കഴിക്കാം. പക്ഷെ ആ ഒരു ഇൻ ബിറ്റ്വീൻ ഉള്ള സമയത്ത് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഒരു 10 o'clock ആകുമ്പോഴേക്കേ നമ്മൾ കൂടുതൽ വിശക്കാതിരിക്കാൻ വേണ്ടി യൂഷ്വലി ഗ്ലൂക്കോഫേജ് കുറച്ച് കളയില്ല. പക്ഷെ നിങ്ങളുടെ സിംറ്റംസ് ശരിക്കും കുറയുന്നതിൻ്റെ സിംറ്റമാണ്. ഓക്കെ ഡോക്ടർ, ഇൻസുലിൻ പമ്പുകൾ ആർക്കെല്ലാമാണ് ഉപയോഗിക്കുന്നത്? അതിനൊരു പ്രായപരിധിയോ ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടോ? ഓക്കെ, അത് ഞാൻ പറയാം. ഇൻസുലിൻ പമ്പ് ഫിറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ഇൻസുലിൻ ഡെഫിഷ്യൻ്റ് ആയിരിക്കണം, ഇൻസുലിൻ ട്രീറ്റ്മെൻറ്റ് വേണ്ട ആൾക്കാരായിരിക്കണം. പിന്നെ ടൈപ്പ് 1 ഡയബറ്റീസിന് ഇൻസുലിൻ പമ്പാണ് ശരിക്കുള്ള ചികിത്സ. പിന്നെ വളരെ ചെറിയ കുട്ടികളിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു കുറച്ച് പ്രായം, ഒരു 7-8 വയസ്സിന് ശേഷം പമ്പ് ഫിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെറിയ കുട്ടികളിലൊക്കെ ആണെങ്കിൽ അവർക്ക് അത് പറഞ്ഞു കൊടുത്ത മനസ്സിലാവുന്ന വിധത്തിൽ എത്തുമ്പോഴാണ് ഏറ്റവും നല്ലത്. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസിൽ ചില ആൾക്കാരുകൾ കൺട്രോൾ ഉണ്ടാവില്ല തീരെ. ഷുഗർ എത്ര ഇൻസുലിൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറയില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബ്രിട്ടിൽ ഡയബറ്റീസ് എന്ന് പറയും. നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കുറഞ്ഞു പോവുക, അബോധാവസ്ഥയിലേക്ക് പോവുക. പിന്നെ അതുപോലെ ഇടയ്ക്ക് ഭയങ്കര ഹൈ ഷുഗേഴ്സ് ആവും. അപ്പോൾ ഇങ്ങനെ വളരെ ഫ്ലക്ച്വേറ്റിംഗ് ഷുഗേഴ്സ് ആകുമ്പോൾ കോംപ്ലിക്കേഷന് വളരെയധികം ചാൻസ് കൂടുതലാണ്. ഈ എല്ലാ എൻഡോഗൻസ്, കിഡ്നി ഡാമേജ്, കണ്ണിൻ്റെ ഡാമേജ്, ബാക്കിയുള്ള നെർവ്സിൻ്റെ ഡാമേജ് എല്ലാം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഈ ഓർഗൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നല്ല കൺട്രോൾ വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പമ്പ് ഫിറ്റ് ചെയ്യാം. അതുപോലെ ഈ ഗർഭിണികളിൽ വളരെ പ്രത്യേകിച്ചും ഗർഭിണികളിലാണെങ്കിൽ ഈ ഗർഭകാലത്തെ പ്രമേഹം കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടെന്ന് കഴിഞ്ഞാൽ വളരെയധികം കോംപ്ലിക്കേഷൻ ബേബിയിലുണ്ടാവാം. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ആ സമയത്തേക്ക് മാത്രമായിട്ട് റെൻറ്റിനെടുക്കാവുന്ന ഓപ്ഷനൊക്കെ ഉണ്ട് പമ്പ്. അപ്പോൾ പമ്പ് അങ്ങനെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഈ എൻഡോഗൻ ഫെയിലിയർ, ഈ ഓർഗൻ ഡാമേജ് ഒക്കെ ഡയബറ്റീസ് കൊണ്ടുള്ള നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഡോക്ടർ, വീണ്ടും കോൾ ഉണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ. തൃശ്ശൂർ ജില്ലയിൽ മായന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ, കേൾക്കാം. സാർ, എനിക്ക് ഒരു 3 വർഷമായിട്ടാണത് കണ്ടുപിടിക്കുന്നത്, പ്രമേഹത്തിന്റെ ചെറുതായിട്ട്. അപ്പൊ എനിക്കെന്ന് വെച്ചപ്പോ ഒരു കാല് തരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. 40 വയസ്സായിപ്പോ. ഞാൻ ഇലക്ട്രീഷ്യനാണ്. അപ്പൊ എനിക്ക് മറ്റേ CD-യിലൊക്കെ കയറുന്ന സമയത്ത് കാലിങ്ങനെ തരിക്കുക കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ ചെറിയ ഡോക്ടറെ കണ്ടിട്ട് ഇങ്ങനെ ഒരു ഗ്ലൈക്കോണിറ്റ് ഡോയിനിൽ പറഞ്ഞിട്ടൊരു 2 ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ശരീരം മെലിഞ്ഞു വരെ അതൊന്നും കാണാനൊന്നുമില്ല. അപ്പൊ അത് സാർ, അത് എന്താണ് ഇപ്പൊ ഡോക്ടറെ കണ്ടിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എന്തെങ്കിലും വേണോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഷുഗർ കൊണ്ടുള്ള തകരാറാണെങ്കിൽ ഷുഗർ എപ്പോഴും കൺട്രോൾ ചെയ്ത് വെക്കുക. നമ്മളെപ്പോഴും ബ്ലഡ് ഷുഗർ ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഈ ഗ്ലൈക്കോമെറ്റ് എന്ന് പറഞ്ഞ ഗുളിക നല്ല ഗുളികയാണ്. അത് വെച്ചിട്ട് നല്ല കൺട്രോൾ ആവുന്നുണ്ട്, അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഡയോനിലും ഈ ഷുഗറിന് വേണ്ടിയിട്ടുള്ള ഗുളിക തന്നെയാണ്. ഈ ഷുഗർ ലെവല് കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെയും തെരിപ്പ് വരുന്നുണ്ട്. ഒരു കാലിന് മാത്രമാണെങ്കിൽ കഴിയുന്ന ഒരു ഫിസിഷ്യൻ്റെയോ ന്യൂറോളജിസ്റ്റിൻ്റെയോ പിന്നെ അറിയുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഡയബറ്റീസ് റിലേറ്റഡ് അല്ലാതെ വല്ല കാരണം കൊണ്ടാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രമേഹ ചികിത്സയിൽ ശസ്ത്രക്രിയക്ക് ഏതെങ്കിലും തരത്തിലുള്ള റോൾ ഉണ്ടോ? ഉദ്ദേശിക്കുന്നത് പ്രമേഹം മാറ്റാനുള്ള ശസ്ത്രക്രിയ. ആക്ച്വലി അമിതവണ്ണമുള്ള ആൾക്കാർ ഡയബറ്റീസ് വളരെയധികം സാധാരണ. നമുക്കറിയാം ഒബീസിറ്റി ഡയബറ്റീസ് ഉണ്ടാക്കുന്നതാണ്. കാരണം ഒബീസിറ്റി, അമിതവണ്ണമുള്ള ആൾക്കാരിൽ കൂടുതലായി ഫാറ്റ് ഉണ്ട്. ഈ ഫാറ്റാണ് ഇൻസുലിന് ആക്ഷനെ കുറക്കുന്നത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്രമേഹം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ വണ്ണം കുറച്ചാൽ തന്നെയും
പ്രമേഹം ചിലപ്പോൾ മാറിക്കിട്ടും തുടക്കത്തിലൊക്കെ ആണെങ്കിൽ. പക്ഷേ ഒരുപാട് കാലമായിട്ട് ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ നമുക്ക് വണ്ണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹത്തിൻ്റെ ആ ഇൻറ്റൻസിറ്റി കുറക്കാൻ പറ്റും, മരുന്നുകളുടെ അളവ് കുറക്കാൻ പറ്റും, ഇൻസുലിൻ കുറക്കാൻ പറ്റും, പല ഗുണങ്ങളും ഉണ്ട് വണ്ണം കുറച്ചാൽ. അപ്പോൾ ഈ ഓപ്പറേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറേ തരത്തിലുള്ള സർജറി ഉണ്ട് അമിതവണ്ണത്തിന്. അമിതവണ്ണം എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് 35 മുകളിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡിലൊക്കെ ആണെങ്കിൽ 32യുടെ മുകളിൽ BMI ഉള്ള ആൾക്കാരാണ് അമിതവണ്ണമുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ ലാപ്രോസ്കോപ്പിക്കലി നമുക്ക് ഈ വയറിൻ്റെ സ്റ്റൊമക്കിൻ്റെ വലിപ്പം കുറക്കാം. അതാണ് ബാരിയാട്രിക് സ്ലീവ് ഗാസ്ട്രക്ടമി എന്ന് പറയും. അത് കൂടാതെ നമുക്ക് ഈ ബൈപ്പാസ് ചെയ്യാം. ഈ എന്ന് വെച്ചാൽ സ്റ്റൊമക്കിനെ ബൈപ്പാസ് ചെയ്യുക, സ്റ്റൊമക്ക് ഒരു ചെറിയ പൗച്ചാക്കിയിട്ട് അതിനെ ബൈപ്പാസ് ചെയ്ത് ഉള്ള ഓപ്പറേഷൻ RUNY ഗാസ്ട്രോജെജിനോസ്റ്റമി എന്നാണ് അതിന് പറയുന്നത്. അതും അമിതവണ്ണമുള്ള ആൾക്കാരിൽ വളരെയധികം വെയിറ്റ് കുറക്കാൻ ഉപകാരപ്രദമാണ് ഈ ഓപ്പറേഷനുകൾ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നത് വളരെ കുറയും. അത് മാത്രമല്ല ഈ വിശപ്പുണ്ടാക്കുന്ന ഹോർമോണുണ്ട്, ഗ്രെലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ, അത് സ്റ്റൊമക്കിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ആ സൈഡ് കട്ട് ചെയ്യും. ഇങ്ങനെയുള്ള ആ സൈഡിലുള്ള ആക്ഷൻ വളരെ കുറയും ഈ ഓപ്പറേഷൻ ചെയ്ത ആൾക്കാരിൽ. അപ്പോൾ ഗ്രില്ലിൻ്റെ എഫക്റ്റ് കുറയുന്നതുകൊണ്ട് നമുക്ക് വിശപ്പ് വളരെ കുറയും. അപ്പോൾ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വിശപ്പ് മാറും. പിന്നെ സ്റ്റൊമക്കിൻ്റെ സൈസ് കുറയുന്നതുകൊണ്ട് നമുക്ക് ഇത്തിരിയേ കഴിക്കാൻ പറ്റുള്ളൂ. നേരത്തെ ഒരു 4-5 ഇഡ്ഡലി കഴിക്കുന്ന ആൾക്ക് ഒരു ഇഡ്ഡലി കഴിക്കുമ്പോഴേക്കും വയറ് നിറയും. അപ്പോൾ അത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻക്രെറ്റിൻ ഹോർമോണിൻ്റെ ഇഫക്റ്റ് പറഞ്ഞില്ലേ, അപ്പോൾ ഈ ഇൻക്രെറ്റിൻ ഹോർമോണിൻ്റെ ഇഫക്റ്റ് ഇങ്ങനെയുള്ള ആൾക്കാരിൽ കുറച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ ഈ കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്റ്റ്, ഫുഡ് കുറഞ്ഞു, ഇൻക്രെറ്റിൻ ഇഫക്റ്റ് കൂടുതൽ, അതൊക്കെ കൂടി വരുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ ശരിക്കും താഴേക്ക് വരും. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ഇൻസുലിനേ വേണ്ടുള്ളൂ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഗുളികകളുടെ അളവ് കുറക്കാൻ പറ്റും. പിന്നെ ഈ പ്രമേഹം തുടങ്ങി ഒരു 4-5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ എങ്കിൽ അങ്ങനെയുള്ളവരുടെ പ്രമേഹം മാറിക്കിട്ടും. അതാണ് ഈ അമിതവണ്ണത്തിൻ്റെ ശസ്ത്രക്രിയയും പ്രമേഹവുമായിട്ടുള്ള റിലേഷൻ. ശരിക്കും പ്രമേഹത്തിനെ മാറ്റാവുന്നൊരു ശസ്ത്രക്രിയ എന്ന് പറയാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഹാരം എന്ത് തന്നെയായാലും കുറവ് തന്നെയായിരിക്കും. ഓക്കെ ഡോക്ടർ, നമുക്ക് വീണ്ടും കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ. കേൾക്കാം. ചോദിച്ചോളൂ ഡോക്ടർ. എനിക്ക് പിന്നെ ഇത് ഷുഗർ 160-120 ഒക്കെ ഉണ്ടായി. 160 ഫാസ്റ്റിംഗ് ആണോ? 160 ഉണ്ട്. അപ്പം അത് ഈ പിന്നെ എന്റെ കാലിന്റെ കൈയുടെ പൊത്തം മുഴുവൻ പോറ്റിന്. ഓക്കെ. അപ്പൊ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഷുഗർ ലെവൽ നല്ല കൺട്രോൾ ചെയ്ത് വെക്കണം. കാരണം ഈ പുകച്ചിൽ വരുന്നതിൻ്റെ കാരണം നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഈ ചെറിയ ബ്ലഡ് വെസലൊക്കെ എഫക്റ്റ് ചെയ്യും. രക്തക്കുഴലിലൊക്കെ ഈ ഷുഗർ ലെവൽ, ഈ ഗ്ലൂക്കോസ് എക്സ്ട്രാ ഉണ്ടാവുന്ന ഗ്ലൂക്കോസ് പോയി പറ്റിപ്പിടിക്കും. അപ്പോൾ ഈ രക്തക്കുഴലൊക്കെ ചെറിയ രക്തക്കുഴലൊക്കെ ഗ്ലൂക്കോസ് പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ അത് അടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നെർവ്സിനൊക്കെയുള്ള വളരെ ചെറിയ രക്തക്കുഴലാണ് നെർവ്സിനൊക്കെ സപ്ലൈ ചെയ്യുന്നത്. ഈ നമ്മളെ ഞരമ്പുകളെ സപ്ലൈ ചെയ്യുന്നത് വളരെ ചെറിയ രക്തക്കുഴലുകളാണ്. അപ്പോൾ ഈ രക്തക്കുഴലുകൾ അടഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ നെർവ്സിന് ബ്ലഡ് കിട്ടില്ല. അപ്പോൾ അത് കരയും. ദിസ് ഈസ് ക്രൈ ഓഫ് നെർവ്സ് എന്നാണ് പറയുക നമ്മൾ, കരയുന്നത്. ഈ നെർവ്സ് കരയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പുകച്ചിൽ, അതായത് ഷുഗർ ലെവൽ നല്ല കൺട്രോൾ ചെയ്ത് വെക്കുക. എന്നിട്ട് ചിട്ടയായ വ്യായാമം, അപ്പോൾ ബ്ലഡ് ഫ്ലോ കുറച്ചുകൂടി കൂടും വ്യായാമം ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിത് കുറക്കാൻ പറ്റും. ഇനിയും കുറയുന്നില്ലെങ്കിൽ നമുക്ക് ഈ പുകച്ചിലിനുള്ള ഗുളികകളുണ്ട്. ആ ഗുളികകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടുകൂടി ഡോക്ടർ കണ്ടിട്ട് ഈ എത്രത്തോളം ഉണ്ട് എന്നുള്ളതനുസരിച്ച് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യത്യാസം കിട്ടും. പക്ഷേ അൾട്ടിമേറ്റായിട്ട് നമ്മൾ ബ്ലഡ് ഷുഗർ ലെവൽ വളരെയധികം നോർമലാക്കി വെക്കണം. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വളരെയധികം നന്ദി ഇത്രയും നേരം ചിലവഴിച്ചതിനും ഒരുപാട് വിവരങ്ങൾ പങ്കുവച്ചതിനും. മൈ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ അടുത്ത വിഷയവുമായി കാണാം. നമസ്കാരം.